മറ്റൊരു വാർത്തയിലേക്കാണ്. പണിമുടക്ക് ദിവസം വേറിട്ട സമരവുമായി KSRTC ഡ്രൈവർ പണിമുടക്ക് ദിവസം ജോലി ചെയ്യാനായി സമരം ചെയ്യുകയാണ്. പെരുമ്പാവൂർ സ്വദേശിയായ നസീർ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടാത്ത യൂണിയനുകൾക്ക് സമരം നടത്താൻ അവകാശമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. KSRTC ബസ്സുകൾ പോലും ജില്ലയിൽ മുഴുവൻ സർവീസ് നടത്താത്തൊരവസ്ഥ. അതിനിടെ ഒരു വേറിട്ട പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഒരു KSRTC ജീവനക്കാരൻ്റെ ഒരു പ്ലക്കാർഡൊക്കെയായി അദ്ദേഹം KSRTC സ്റ്റാൻഡിന് മുമ്പിൽ നിൽക്കുകയാണ്. എന്താ ചേട്ടാ ഇങ്ങനൊരു പ്രതിഷേധം? അപകടരഹിത ഡ്രൈവിങ്ങിനായി KSRTCയിലെ മുൻകാല CMDമാരും ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും നിരവധി പരിഷ്കാരങ്ങളും പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കുറച്ച് യൂണിയൻകാരും അതിനോട് താളം പിടിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഓശാന പാടുന്ന കുറച്ച് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് CMD സ്ക്വാഡ് എന്ന ഓമന പേരിൽ അറിയുന്ന ആളുകളും ഡ്രൈവർ പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാസർഗോഡിലേക്ക് ട്രാൻസ്ഫറായി വന്നത്. അതായത് ഏകദേശം എൻ്റെ ടേണിൽ ശനിയാഴ്ച ഞാൻ 12-13 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം ഞായറാഴ്ച എൻ്റെ ടേൺ അല്ലാത്ത ദിവസം എന്നെ 24 മണിക്കൂർ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയും മോട്ടോർ വാഹന നിയമങ്ങളെയും മോട്ടോർ വാഹന ആക്ടിനെയും എല്ലാം കാറ്റിൽ പറത്തി 24 മണിക്കൂർ ജോലിക്കായി എന്നെ നിയോഗിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാലത്ത് 10 മണിക്ക് തുടങ്ങും തെങ്കാശി ഡ്യൂട്ടി. ഞാനൊരു തെങ്കാശി ചെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് എന്നോട് ആ വാഹനത്തിലെ കണ്ടക്ടർ പറയുന്നത്, നാളെ നേരം വെളുത്ത് ഏകദേശം 10 മണിയോടടുത്താണ് ഈ ഡ്യൂട്ടി തീരുന്നത്. 24 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിരുന്ന് ഒറ്റക്ക് ഓടിക്കേണ്ട ഡ്യൂട്ടിയാണ്. ഞാൻ അപ്പോൾ തന്നെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് 24 മണിക്കൂർ ജോലി ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഇന്നലെ ഡ്യൂട്ടി എടുത്ത ആളാണ്, എനിക്ക് വയ്യ എന്ന് പറയുകയും ഞാൻ കോട്ടയത്ത് ഈ സംഭവം എഴുതി കൊടുക്കുകയും ചെയ്തു. എനിക്ക് വയ്യ, എനിക്ക് ഉറക്കക്ഷീണമാണ്, ഞാൻ ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നറിയിക്കുകയും, എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല, ഇത് കാലങ്ങളായിട്ട് ഇത്തരത്തിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇത്തരത്തിൽ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധനാണ്, ഈ വാഹനം ഓടിച്ചേ പറ്റൂ എന്ന് നിർബന്ധിക്കുകയും ഞാൻ നിസ്സഹായനായി പിന്മാറിയപ്പോൾ എന്നെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ അടിപ്പിച്ചു. ട്രാൻസ്ഫർ അടിപ്പിച്ച് ഈ ട്രാൻസ്ഫർ കാണിപ്പിച്ച് മറ്റുള്ള ഡ്രൈവർമാരെ പേടിപ്പിച്ച് ഇപ്പോഴും ആ സർവീസ് അത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്തായാലും പണിമുടക്കുന്ന ഭാഗമല്ല, ജോലി ചെയ്യാൻ തയ്യാറാണ്. ഞാൻ യൂണിയൻകാർക്ക് എതിരാണ്, ഞാൻ മാനേജ്മെൻറ്റിന് കൂടിയാണ്. 24 മണിക്കൂർ ജോലി ചെയ്യുന്ന അതിൽ നിന്ന് 12 മണിക്കൂർ ലേബർ കോഡ് വരാണ് എനിക്ക് അനുകൂലമായിരിക്കും, എനിക്ക് അനുകൂലമായ സാഹചര്യമായിരിക്കും 12 മണിക്കൂർ ലേബർ കോഡ് വരുമ്പോൾ. ചേട്ടൻ ലേബർ കോഡിനെ അനുകൂലിക്കുകയാണ്. 24 മണിക്കൂറിൽ നിന്നും എനിക്ക് പകുതി ജോലി ചെയ്താൽ മതി, അതുകൊണ്ട് ഞാൻ ഈ ലേബർ കോഡിനെ അംഗീകരിക്കുന്നു. KSRTCയിൽ ലേബർ കോഡ് വരികയാണെങ്കിൽ അതൊരു അനുകൂലമായ നടപടി, തൊഴിലാളികൾക്ക് അനുകൂലമായ നടപടിയാവും എന്നതാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയ ഈ ജീവനക്കാരൻ പറഞ്ഞു വെക്കുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.